ഞാനൊരു ഡയബറ്റിക് ആണ്. എനിക്ക് 12 വയസ്സിലാണ് ഡയബറ്റിക് ആയത്. ഇന്ന് 8 വർഷമായിട്ട് ഞാൻ ഡയബറ്റിക് ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക്, അതായത് 2500ഓളം കുട്ടികൾ കേരളത്തിൽ ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ്. അഫ്സാന സാർ, ഞാനിപ്പോ പറയാൻ വന്നത്, നമുക്കിപ്പോ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, അതിന് നമ്മളെ ഗവൺമെന്റിന്റെ കാലത്ത് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു, മിഠായി. ഇപ്പൊ ഉണ്ട് സാർ. പക്ഷേ ഞങ്ങളിപ്പോ 1 വർഷമായിട്ട് ഞങ്ങൾക്ക് മരുന്ന് കിട്ടുന്നത് വളരെ ഗുണമേന്മ കുറഞ്ഞ മരുന്നാണ്. അത് കുട്ടികളിൽ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് കുട്ടികളുടെ ബ്ലഡ് ലെവൽ, ഷുഗർ ലെവൽ കണക്കാക്കുന്ന HbA1c പോലുള്ള ടെസ്റ്റുകൾ വളരെയധികം കൂടുതൽ വരികയാണ്. 11-12% മരുന്നിന്റെ ക്വാളിറ്റി കുറയുന്നതുകൊണ്ട് ഡോസ് കൂടുതൽ എടുക്കുകയാണ്. അതുപോലെ സാർ 45 മിനിറ്റ് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ 45 മിനിറ്റിന് മുന്നേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ള ആ മരുന്ന്. ഇപ്പൊ സ്കൂളുകളിൽ 1 മണിക്കൂറേ ബ്രേക്ക് ഉള്ളൂ. അത് നമുക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നില്ലെങ്കിൽ മരുന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നത് കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എടുക്കേണ്ടി വരുന്നുണ്ട് സാർ. ഞങ്ങളിപ്പോ രാവിലെ ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുള്ളൂ. ഷുഗർ ചെക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇൻസുലിൻ എടുത്ത് അങ്ങനെ ഒരു ദിവസം കടന്ന് കൊണ്ടുപോകുന്ന കുട്ടികളാണ് ഇത്രയും 2500 കുട്ടികളോളം ഉള്ളത്. ഞാൻ അവരെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ സാർ, ബ്രിട്ടിൽ ഡയബറ്റിയായിട്ട് കുട്ടികളുണ്ട്. അവർക്ക്, അതായത് കേരളത്തിൽ 14 ജില്ലകളിലും ബ്രിട്ടിൽ ഡയബറ്റിയായ കുട്ടികൾക്ക് പലർക്കും ഇൻസുലിൻ പമ്പ് ലഭിച്ചിട്ടില്ല. ഒരു 12-14 കുട്ടികൾക്ക് മാത്രമേ ഇതുവരെ ഇൻസുലിൻ പമ്പ് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയും ബാക്കിയുള്ള കുട്ടികൾക്കും ബ്രിട്ടിൽ ഡയബറ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് ലഭിക്കുക. അതുപോലെ തന്നെ CGM സെൻസറുകൾ, അതായത് കണ്ടിന്യൂസ് മോണിറ്റർ, ഗ്ലൂക്കോസ് മോണിറ്റർ ഉണ്ട് സാർ. കയ്യിൽ പഠിപ്പിക്കുന്നതാണ്. അതായത് നമുക്ക് ഫുഡ് എത്രത്തോളം കൺട്രോൾ ആക്കാൻ പറ്റുക. 1 വർഷം നമുക്ക് ഈ CGM സെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ബാക്കിയുള്ള 1 വർഷത്തേക്ക് നമുക്കത് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എത്ര ഷുഗർ ലെവല് നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ നമുക്ക് CGM സെൻസർ വഴി അറിയാൻ പറ്റും. അത് എത്രയും പെട്ടെന്ന് നൽകി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ ബാക്കി റൂറൽ ഏരിയാസ് ഉള്ള ജില്ലകളിൽ ഈ എൻഡോക്രൈൻ ഡോക്ടേഴ്സ് ഇല്ല. അതായത് ബാക്കി ആ ജില്ലകളിലുള്ള പാരന്റ്സും കുട്ടികളും ബാക്കിയുള്ള ജില്ലകളിൽ, തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ വന്നിട്ടാണ് അവര് ഡോക്ടേഴ്സിനെ കാണിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. അഫ്സാന പറഞ്ഞ മിഠായി പ്രോജക്റ്റില് അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ടുള്ള കുട്ടികളുടെ വളരെ സീരിയസ് ഇഷ്യൂ ആണ്. അത് ഈ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി കുറഞ്ഞ ഇൻസുലിൻ മേടിക്കുന്നത്. ഈ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ക്വാളിറ്റി കുറഞ്ഞ ഇൻസുലിൻ കൊടുത്തിട്ട് അതിന്റെ ഡോസ് കൂട്ടി അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇൻസുലിനാണ്. ക്വാളിറ്റി ഇല്ലാത്ത സാധനം മേടിക്കുമ്പോൾ കമ്മീഷൻ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് അത് പരിശോധിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഇൻസുലിൻ വേണം. പിന്നെ ഇൻസുലിൻ പമ്പ് വേണ്ട കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് പ്രോപ്പറായിട്ട് കൊടുക്കണം. പിന്നെ പല ജില്ലകളിലും എൻഡോക്രൈനോളജിക്കുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്തതിന്റെ അഭാവം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രയോറിറ്റിയോടുകൂടി ഇപ്പോൾ സുകുമാരുടെ ഉണ്ട്, അവർ അന്നത്തെ കാലത്ത് കൊണ്ടുവന്നതാണ് ആ സ്കീം, മിഠായി എന്ന് പറയുന്ന സ്കീം. അത് ഏറ്റവും പ്രയോറിറ്റി, കാരണം അത് നിങ്ങൾ പറയണ്ട, അല്ലാതെ തന്നെ നമുക്കറിയാം അത്രയും പാരന്റ്സ് എത്രമാത്രം വിഷമിക്കുന്നുണ്ട്, എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്. ഈ കുട്ടികളുടെ ഒരു പ്രത്യേകമായ ഒരു അസുഖമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ആരോഗ്യകാര്യത്തിൽ അതിനുണ്ടാവും. ധൈര്യമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ നോട്ട് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചത്.